അസ്സലാമു അലൈക്കും. ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുട്ടികളുമായിട്ട് നമുക്കിങ്ങനെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കുട്ടികളുമായി നല്ല ആശയവിനിമയം ഉണ്ടാകുന്നത് അവരുടെ ആത്മവിശ്വാസവും മാനസിക വളർച്ചയും ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഒന്നാമതായിട്ട് ശ്രദ്ധയോടെ കേൾക്കുക. കുട്ടി പറയുന്നത് ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ മുഴുവനും ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ കേൾക്കുന്നുണ്ട് എന്ന തോന്നൽ കുട്ടിയിൽ വരുത്തുക. ഇപ്പോൾ നമ്മൾ നല്ല ബിസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ കുട്ടി വന്നിട്ട് നമ്മളോട് അത്രയും അത്ഭുതകരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്താ പറയുക അവരോട്? മിണ്ടാതിരിക്ക്, ഞാനിപ്പോൾ തിരക്കിലാണ്, നീ ഒന്ന് പൊയ്ക്കേ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും കുട്ടിയോട്. അപ്പോൾ അവിടെ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുന്ന ആ കാര്യം എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ ആ ഒരു കാര്യത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. ഇത് കുട്ടിയിൽ വലിയ രീതിയിൽ ഒരു മാറ്റം വരാൻ കാരണമാകും. എന്തും നമ്മളോട് പറയാം എന്നുള്ള ആ ഒരു മൈൻഡ് കുട്ടിയിൽ നിന്ന് മാറി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ പോകും. അപ്പോൾ കുട്ടിയെ ഒരു വ്യക്തിയായി കണ്ട് എന്താണോ അവനക്ക് പറയാനുള്ളത് അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് അവനത് തോന്നിപ്പിക്കുക, നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറയുന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് എന്ന തോന്നലും കുട്ടിയിൽ വരുത്തുക. ഇത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കുട്ടിയും പാരൻറ്റുമായി നിലനിർത്താൻ സഹായിക്കും. ഇനി നെക്സ്റ്റ് ശാന്തമായി സംസാരിക്കുക എന്നതാണ്. പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് പാരൻസിന് കുട്ടികളോട് ശാന്തമായി സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമായി തീരാറുണ്ട് പല സമയങ്ങളിലും. കോപത്തേക്കാൾ ശാന്തമായ സംഭാഷണം കുട്ടിയെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ അതിൽ വല്ല മിസ്റ്റേക്കും കാര്യങ്ങളും വന്നാൽ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ അവരോട് നല്ല ഷൗട്ട് ചെയ്തിട്ടായിരിക്കും കൂടുതലും സംസാരിക്കുക. പിന്നെ നമുക്ക് തന്നെ കുറ്റബോധം തോന്നും, കുട്ടിയോട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതിന് സമയം വൈകി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടിയോട് കുറച്ചും കൂടെ മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കാനും കുട്ടിയെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൂടുതൽ മനസ്സിലാവാനും സാധിക്കും. നെക്സ്റ്റ്, ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക. ദിവസവും കുറച്ച് സമയം, ഒരു ക്വാളിറ്റി ടൈം കുട്ടിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക എന്നതാണ്. അതായത് ഫോണെല്ലാം മാറ്റിവെച്ച് ഒരു 10-15 മിനിറ്റ് കുട്ടിയോടൊപ്പം നല്ല ചിരിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഇത് കൂടുതൽ ബന്ധം ദൃഢമാക്കും. കുട്ടിക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് അവനക്ക് പറയാനും നമുക്ക് തിരിച്ച് അതിന് റിപ്ലൈ കൊടുക്കാനും എല്ലാം ഒരു എഫക്റ്റീവ്, ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തുക. ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ നമ്മളുമായിട്ട് നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കും. നെക്സ്റ്റ്, അവരുടെ ഇമോഷൻസിനെ അംഗീകരിക്കുക, നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ ശകാരിക്കുന്നതിന് മുമ്പ് നമ്മൾ കാരണം മനസ്സിലാക്കുക. ഇപ്പോൾ അവരുടെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും, അവരുടെ പെൻസിൽ കാണാതായി അല്ലെങ്കിൽ ബുക്സ് എവിടെ വെച്ചെന്നറിയില്ല, അതൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ നമുക്കത് സില്ലി മാറ്ററായിരിക്കും, നമ്മളതിലും വലിയ പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? അവരോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അല്ലേ? എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ്, ഞാനുൾപ്പെടെ എല്ലാ പേരൻസും, അധിക പേരൻസും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വല്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്യും അവരോട്. പക്ഷേ അവരുടെ ആ ഇമോഷൻസ് പറഞ്ഞാൽ അവർക്കത് ചിലപ്പോൾ അത്രയും വലിയ രീതിയിലായിരിക്കും അവരത് വിഷമിച്ച് സങ്കടപ്പെട്ടായിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നീ ഒന്ന് പൊയ്ക്കേന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളവരെ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്തും. നമ്മളവർക്കൊരു താങ്ങാവുന്നതിന് പകരം നമ്മളവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ശകാരിക്കുന്നതിന് മുമ്പ് എന്താണ് കുട്ടിയുടെ കാരണം എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ കുട്ടിയുടെ മോശം പെരുമാറ്റത്തിന് പിന്നിൽ ക്ഷീണമോ വിശപ്പോ പേടിയോ ശ്രദ്ധ നേടാനുള്ള ആഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആദ്യം നമ്മൾ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ
നെക്സ്റ്റ് ഒരു പോയിൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ബഹുമാനത്തോടെ കുട്ടിയോട് സംസാരിക്കുക എന്നുള്ളത്. കുട്ടികളോട് നമ്മൾ നല്ല രീതിയിൽ അവരൊരു വ്യക്തികളായി കാണാം, എന്നാലാണ് നമുക്ക് അവരോട് ബഹുമാനത്തിൽ അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ശരിയല്ലേ? നമ്മൾ നമ്മുടെ അതേ സെയിം പ്രായക്കാരാവട്ടെ, നമ്മുടെ മൂത്ത ആളുകളാവട്ടെ, ഇവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷെ കുട്ടികളോട് നമ്മൾ എന്ത് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴാണോ എന്ത് ഇമോഷൻസാണോ എപ്പോഴാണോ തോന്നുന്നത് അതുപോലെ കുട്ടിയോട് പെരുമാറും നമ്മൾ. പക്ഷേ കുട്ടികളെ ഒരു വ്യക്തിയായി പരിഗണിക്കുക എന്നുള്ളതാണ്. ദിവസവും അവരെന്ത് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് നമ്മളൊരു പോയിൻ്റ് പറഞ്ഞു. അതുപോലെ നമ്മൾ അവരോട് ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. അവരെന്ത് കാര്യങ്ങളും പറയുമ്പോഴും അവരൊരു വ്യക്തിയായി കണ്ട് അവരുടെ ഇമോഷൻസ് ഉൾക്കൊണ്ട് അവരോട് നമ്മൾ ബഹുമാനത്തോടെ സംസാരിക്കുക. അതായത് താരതമ്യം ചെയ്യുകയോ ചെയ്യരുത്. നിനക്കിത് ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം നൽകുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. നെക്സ്റ്റ്, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുക. അതായത് ഒരു കുട്ടി നമ്മൾ മുന്നിൽ നിന്ന് കരയുക, അല്ലെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ നമ്മളത് നിരുത്സാഹപ്പെടുത്തരുത്. അതായത് നീ കരയേ, ഇത്രയും ചെറിയ കാര്യങ്ങൾക്കാണോ നീ കരയുന്നത്? നമ്മൾ പലപ്പോഴും കുട്ടിയോട് പറയുന്ന കാര്യമാണത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിലപ്പോൾ അവർ കരയുമ്പോൾ ഇത്ര ചെറിയ കാര്യത്തിനാണോ കരയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടിയോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരെ വികാരങ്ങൾ അവർക്ക് എങ്ങനെയാണോ, എനിക്ക് വിഷമമായി, എനിക്ക് സന്തോഷമായി, എനിക്ക് പേടിയായി എന്നിങ്ങനെ വികാരങ്ങൾ തുറന്ന് പറയാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അതിന് നെക്സ്റ്റ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. നമ്മളോട് അധികം കൂടുതലായിട്ട് കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലേ? അവർക്ക് ഒരുപാട് ഡൗട്ടുകളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് പോലും ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം അറിയില്ല എന്നതിന് പകരം നമ്മൾ നീ ഒന്ന് പോ എന്നുള്ള വാക്കുകൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഷൗട്ട് ചെയ്യായിരിക്കും ചെയ്യുക. ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കുന്നത് നമുക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിക്കും വേണ്ടത്. കുട്ടി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇത്രയും ചോദ്യം വേണ്ട എന്ന് പറയാതെ ക്ഷമയോടെ മറുപടി നൽകുക. ഇത് അവരുടെ പഠിക്കാനുള്ള താല്പര്യത്തെ വളർത്തുമെന്നതാണ്. പിന്നെ പറയുന്നത്, ചെറിയ വിജയങ്ങൾ പോലും അഭിനന്ദിക്കുക. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ചിലപ്പം അവർ കുട്ടികളെല്ലാവരും കൂടി ഒത്ത് കളിക്കുന്ന, ഇപ്പോൾ വീട്ടിൽ തന്നെ കളിക്കുമ്പോൾ അവർ കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അവരെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വലിയ കാര്യമായിട്ട് അവരോട് നമ്മൾ പ്രകടിപ്പിക്കുക. പിന്നെ കുടുംബമായി ഒരുമിച്ച് സമയം ചെലവഴിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ചെറിയ യാത്രകൾ പോവുക, കുടുംബ സംഭാഷണങ്ങൾ നടത്തുക. ഇതിലെല്ലാം കുട്ടിയെയും കൂടെ ഉൾപ്പെടുത്തുക. അവൻ ഈ ഒരു ഫാമിലിയിലെ ഒരു അംഗമാണെന്നും അവനക്കിവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അവനെ നമ്മളെല്ലാം പരിഗണിക്കും എന്ന ഒരു തോന്നൽ കുട്ടിയിലുണ്ടാക്കാനും ആ ഒരു റൗണ്ടിൽ അവരത്രയും ഒരു കംഫർട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യാനും അവർക്ക് ഇതുമൂലം സാധിക്കും. ആരൊക്കെയോ അവർക്കുണ്ട് എന്ന തോന്നലുണ്ടാക്കാനും ഇത് വളരെയധികം സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് നമ്മൾ മാതൃകയാകുക എന്നുള്ളത്. കുട്ടികൾ നമ്മളെ കണ്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. അതിനാൽ സത്യസന്ധതയും ബഹുമാനവും ക്ഷമയും ആദ്യം നമ്മൾ തന്നെ ജീവിതത്തിൽ കാണിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾക്ക് കളവ് പറയേണ്ടതായിട്ട് വരും ചില സമയങ്ങളിലൊക്കെ. പക്ഷേ ഇത് കുട്ടി മനസ്സിലാക്കിയെടുക്കും. ഇത് ഉമ്മ കളവ് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഉപ്പ കളവ് പറയുന്നുണ്ടല്ലോ, ഇത് കുട്ടി നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് ഒരിക്കലും കളവ് പറയാതെ അവർക്കൊരു സത്യസന്ധത വേണം എന്നുള്ള ഒരു കാര്യം നമ്മളിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം അവരെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ബഹുമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളിൽ നിന്ന് തന്നെ കണ്ടു പഠിക്കട്ടെ. പിന്നെ പറയുന്നത്, നമ്മൾ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം ഇങ്ങനെ ഉള്ളിൽ വെച്ചതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലേ? ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരികയാണെങ്കിലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടിയെ ഹഗ് ചെയ്ത് അവർക്ക് കിസ്സൊക്കെ കൊടുത്ത് അവരെ ബായൊക്കെ പറഞ്ഞ് നല്ല നിലയിൽ അവരെ ചിരിച്ച്
നമുക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടാം. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും അവരെ ഹഗ് ചെയ്ത് കിസ്സൊക്കെ ചെയ്ത് അവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്പർശനം കൊണ്ടും കൂടെ നമ്മൾ അവരെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലും, അതുപോലെ അവർക്ക് കൂടുതൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണമെങ്കിൽ അവരോട് നമ്മളിങ്ങനെ സ്പർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്താൽ അവർക്ക് കുറച്ചും കൂടെ എൻ്റെ കൂടെ എൻ്റെ പേരൻ്റുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട് എന്ന തോന്നലുണ്ടാവാനും നമ്മളോട് എഫക്റ്റീവായിട്ട് അവർക്ക് തുറന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹായിക്കും എന്നതാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. സ്നേഹവും ക്ഷമയും സ്ഥിരതയും കൊണ്ട് ദിവസേന നമ്മൾ പടുത്തുയർത്തേണ്ട ഒരു ബന്ധമാണ്. കുട്ടികൾ നിങ്ങളെ വിശ്വസിക്കുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ